ഹായ് ഫുഡീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ കോഴിക്കറിയാണ്. അതായത് നമ്മുടെ നാടൻ ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്. സോസ് പാനാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലൊരു പാൻ എടുക്കുക. അതായത് എണ്ണ കുറച്ച് മതി. എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് ഒരു അരമുറിയോളം തേങ്ങ ചിരടിയതും, പിന്നെ ഒരു 2 ചെറിയുള്ളി, അതിൻ്റെ ഒപ്പം തന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് എണ്ണ ഒഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എണ്ണ വേണ്ടെങ്കിൽ ഒഴിക്കണം. പിന്നെ നമ്മൾ ഈ കറിയിൽ ഇവിടെ മാത്രം എണ്ണ യൂസ് ചെയ്യുമ്പോൾ വേറെ ഒന്നിലും എണ്ണയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെന്താ ഈ ഒരു കളറോ തേങ്ങ വറുത്ത് വരും. അപ്പോൾ അതെന്ത് ചെയ്യാൻ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് കുറച്ച് അധികം ചെറിയുള്ളിയാണ് കറിക്ക് കൂടുതൽ വേണ്ട. കുറച്ച് അധികം ചെറിയുള്ളി, കാന്താരി മുളകും ഒരു വലിയ സവാളയും എന്ത് ചെയ്യാം, അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത്, പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എന്ത് ചെയ്യാം, ചതച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിലിട്ട് നന്നായി കഴുകി വെച്ച് തിരുമിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രഷർ കുക്കറിലിടുക. ഒരു 5-6 വിസിൽ കൊണ്ട് ഇത് ഏകദേശം റെഡിയാവും. എന്നിട്ട് അതിന് ശേഷം അത് വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഉരുളക്കിഴങ്ങും 3 തക്കാളിയും സ്ലൈസ് ചെയ്തതും, കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും ഇട്ടു. അതും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് എന്ത് ചെയ്യുക, വേവിക്കാൻ വെക്കുക. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, തേങ്ങ ഇടുക. നേരത്തെ കുറച്ച് വെച്ച് അത് അരപ്പ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വെന്ത് വരുമ്പോൾ ഈ അരച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക. അതിൻ്റോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചിക്കൻ മസാല ഉണ്ട്, റെസിപ്പി ഉണ്ട്, കാണാത്തവർ പോയി കാണാം, അതും ഇടുക. അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഫ്രഷായിട്ട് ചതച്ചത് തന്നെ ആയിരിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ട് കറി ഒരു 5 മിനിറ്റ് തിളപ്പിക്കുന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയായി. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുക. ഉള്ളി വഴറ്റും ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്